ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മെയ് 11 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഇന്ത്യയുടെ ദൊമ്മരാജു ഗുകേഷ്. ലോക ചാമ്പ്യനെ നേരിടേണ്ട ചാലഞ്ചറെ കണ്ടെത്താനായുള്ള ടൂർണമെന്റാണ് കാൻഡിഡേറ്റ് ചെസ്. ഈ വർഷം നടത്തുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഗുകേഷ് നിലവിലെ ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിംഗ്ലറിനെ നേരിടും. US താരമായ ഹിക്കാരു നക്കാമുറയെ 14ാം റൗണ്ടിൽ സമനിലയിൽ തളച്ച് 9 പോയിന്റ് നേടിയാണ് ഗുകേഷ് ജേതാവായത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് ജയിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ഗുകേഷ്. 2014 ആനന്ദ് ജേതാവായത്. 48 ലക്ഷം രൂപയാണ് ജേതാവിന് നൽകുന്ന സമ്മാനത്തുക. ജമ്മു കാശ്മീർ സ്വദേശിനി ബിൽക്കിസ് മീർ 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സ് ജൂറിയാവുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽക്കിസ്. പാരീസ് ഒളിമ്പിക്സ് ജൂറിയായി ഏഷ്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 2 പേരിൽ ഒരാളാണ്. കനോയിങ് താരമായ ബിൽക്കിസ് കശ്മീരിലെ ദാൽ തടാകത്തിൽ കനോയിങ് നടത്തി പ്രശസ്തയായിരുന്നു. കൂടാതെ ദേശീയ വനിതാ കനോയിങ് ടീമിന്റെ പരിശീലകയുമായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മിൽക്കി വേ ഗാലക്സിയിലെ ഏറ്റവും വലിയ തമോഗർത്തത്തെ കണ്ടെത്തി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ സ്പേസ് ടെലിസ്കോപ്പ്. BH3 എന്നാണ് നക്ഷത്ര തമോഗർത്തത്തിന് നൽകിയിരിക്കുന്ന പേര്. സൂര്യന്റെ 33 മടങ്ങ് പിണ്ഡമുള്ള BH3 ഭൂമിയിൽ നിന്ന് ഏകദേശം 20,000 പ്രകാശം വർഷം അകലെയുള്ള അക്വില നക്ഷത്ര സമൂഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷന്റെ 2023 റിപ്പോർട്ട് പ്രകാരം പ്രകൃതി ദുരന്ത മേഖലകളിൽ ഏഷ്യൻ വൻകര ഒന്നാമത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കെടുതികൾ, വെള്ളപ്പൊക്കം, വരൾച്ച ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും അധികം ബാധിച്ചത് ഏഷ്യയാണ്. 2023 79 പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ചുമതലയേറ്റു. അഡ്മിറൽ R. ഹരികുമാറിന്റെ ഒഴിവിലേക്കാണ് നിയമനം. 1985 ത്രിപാഠി നാവികസേനയുടെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ അംഗമാവുന്നത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക് വാർഫെയർ വിദഗ്ധനാണ്. നാവികസേനയുടെ മുൻനിര യുദ്ധക്കപ്പലുകളിൽ കമ്മ്യൂണിക്കേഷൻ ഓഫീസറായും INS മുംബൈയുടെ എക്സിക്യൂട്ടീവ് ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മലയാളം വാക്കുകളുടെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷയിലെ പര്യായ പദങ്ങളുമായി തയ്യാറാക്കിയ ഡിജിറ്റൽ നിഘണ്ടു സമം സേവനം ആരംഭിച്ചു. തലശ്ശേരി തിരുവങ്ങാട് സ്വദേശി ഞാറ്റുവേല ശ്രീധരൻ രചിച്ച ചതുർ ദ്രാവിഡ ഭാഷാ പദപരിചയം എന്ന പുസ്തകത്തിന്റെ ഓൺലൈൻ പതിപ്പാണ് ഡിജിറ്റൽ നിഘണ്ടുവാകുന്നത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഡിക് ഡിജിറ്റൽ ആർക്കൈവ് ഫൗണ്ടേഷനാണ് ഓൺലൈൻ പതിപ്പ് തയ്യാറാക്കിയത്. മെനിഞ്ചൈറ്റിസ് രോഗബാധയ്ക്കെതിരെ നൈജീരിയ വികസിപ്പിച്ച വാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം. MEN5CV എന്നാണ് വാക്സിന് നൽകിയിരിക്കുന്ന പേര്. മെനിഞ്ചൈറ്റിസിനെതിരെ പോരാടാൻ നിർമ്മിച്ച ആദ്യത്തെ വാക്സിൻ കൂടിയാണിത്. മെനിഞ്ചോകോക്കസ് ബാക്ടീരിയയുടെ 5 വകഭേദങ്ങൾക്കെതിരെ വാക്സിൻ ഫലപ്രദമാണെന്നാണ് കണ്ടെത്തൽ. അടിയന്തര വൈദ്യസഹായം ലഭിച്ചില്ലെങ്കിൽ മരണത്തിനു വരെ കാരണമാകുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ്. ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ ചാപ്ലിൻ ക്യാപ്റ്റനായി ഇന്ത്യൻ വംശജ സ്മൃതി M. കൃഷ്ണ.
സൈനിക പ്രവർത്തകർക്ക് ആത്മീയവും ആധ്യാത്മികവുമായ മാനസിക പിന്തുണ നൽകുക എന്നതാണ് ചാപ്ലിൻ ക്യാപ്റ്റന്റെ ദൗത്യം. അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ടെറി ആൻഡേഴ്സൺ അന്തരിച്ചു. 6.5 വർഷം ഹിസ്ബുള്ളയുടെ ബന്ദിയായിരുന്നു. വാർത്താ ഏജൻസിയായ AP-യുടെ പശ്ചിമേഷ്യ ലേഖകനായിരിക്കെയാണ് 1985 തടവിലാവുന്നത്. 1991 മോചിതനായി. ബന്ദി ജീവിതം ഡെൻ ഓഫ് ലയൺസ് എന്ന പേരിൽ പുസ്തകമാക്കിയിരുന്നു. സൈക്കോ അനാലിസ്റ്റും എഴുത്തുകാരനും സാമൂഹിക നിരീക്ഷകനുമായ സുധീർ കക്കർ അന്തരിച്ചു. മതത്തിന്റെ മനഃശാസ്ത്രം, സാംസ്കാരിക മനഃശാസ്ത്രം മുതലായ നിരവധി വിഷയങ്ങളിൽ പഠനം നടത്തിയിട്ടുണ്ട്. ദി ഇന്ത്യൻസ്, പോർട്രേറ്റ് ഓഫ് പീപ്പിൾ, ദ ഇന്നർ വേൾഡ്, എ സൈക്കോ അനാലിറ്റിക് സ്റ്റഡി ഓഫ് ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ജർമ്മനിയുടെ ഗോയ്തെ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് സർവീസ് നടത്താനൊരുങ്ങുന്ന ഡബിൾ ഡെക്കർ തീവണ്ടിയായ ഉദയ എക്സ്പ്രസിന്റെ പരീക്ഷണയോട്ടം വിജയകരം. കോയമ്പത്തൂർ KSR ബംഗളൂരു ഉദയ എക്സ്പ്രസ് ആണ് പാലക്കാട് വരെ നീട്ടുന്നത്. റെയിൽവേയുടെ ഉദയ എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡെക്കർ AC ചെയർകാർ തീവണ്ടിയാണിത്. കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴിയാവും യാത്ര. ദക്ഷിണ റെയിൽവേയുടെ സേലം, പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് പരീക്ഷണയോട്ടം നടത്തിയത്. അലിഗഡ് സർവകലാശാലയുടെ 100 വർഷത്തെ ചരിത്രത്തിലാദ്യമായി വനിതാ ചാൻസലർ നിയമിതയായി. സർവകലാശാലയുടെ വിമൻസ് കോളേജ് പ്രിൻസിപ്പളായ നൈമ ഖാത്തൂനാണ് പുതിയ വൈസ് ചാൻസലർ. അംഗീകാരം നൽകിയത്. MS ധോണിക്ക് ശേഷം 250 IPL മത്സരങ്ങൾ കളിക്കുന്ന രണ്ടാമത്തെ താരം. ഉത്തരം രോഹിത് ശർമ്മ. അടുത്തിടെ ഫിലിപ്പീൻസിന് ഇന്ത്യ കൈമാറിയ ക്രൂയിസ് മിസൈൽ. ഉത്തരം ബ്രഹ്മോസ് സൂപ്പർസോണിക്. പുരുഷ ഡിസ്ക് ത്രോയിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ലിത്വാനിയൻ താരം. ഉത്തരം മിക്കുലോക് സെലക്ന. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ഉത്തരം നളിൻ പ്രഭാത്. അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം. ഉത്തരം മൗണ്ട് റുവാങ്. 2024 മികച്ച ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത്. ഉത്തരം മുഹമ്മദ് സലേം. ഓപ്പൺ AIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി. ഉത്തരം പ്രഗ്യ മിശ്ര. ഇതോടെ 2024 മെയ് 11 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.